ലോകത്തിലെ നമ്പർ 1 എയർ കണ്ടീഷനിങ് കമ്പനി ജപ്പാനീസ് ബ്രാൻഡായ ഡൈക്കൺ ഇൻവെർട്ടർ സ്പ്ലിറ്റ് AC. Hello, welcome everyone. I am Dions. Why buy Daikin AC? നമ്മൾ എന്തിന് ഡൈക്കിൻ AC സെലക്ട് ചെയ്യണം? വേൾഡിലെ നമ്പർ 1 കമ്പനി ആയതുകൊണ്ട് മാത്രമല്ല നമ്മൾ ഡൈക്കിൻ AC വാങ്ങുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷനും ടെക്നോളജിയും നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഡൈക്കിൻ ഇൻവെർട്ടർ സ്പ്ലിറ്റ് ACകൾക്ക് സാധാരണയായി സ്റ്റാൻഡേർഡ് വാറണ്ടി വരുന്നത് മുഴുവൻ യൂണിറ്റിനും 1 ഇയർ ആണ്. എന്ന് പറഞ്ഞാൽ ഫുൾ ACക്ക് 1 ഇയർ വാറണ്ടി വരുന്നുണ്ട്. PCBക്ക് 5 വർഷം വാറണ്ടി. PCB എന്നാൽ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്. ഇൻവെർട്ടർ കംപ്രസറിന് 10 വർഷവുമാണ് വാറണ്ടി വരുന്നത്. ഡൈക്കിൻ ഇൻവെർട്ടർ സ്പ്ലിറ്റ് AC വാങ്ങുവാൻ ഇപ്പോൾ ഒരു സുവർണാവസരമാണ്. ഇപ്പോൾ സമ്മർ ഓഫറായിട്ട് 1+4 ഇയർ 5 ഇയർ കോംപ്രഹെൻസീവ് വാറണ്ടിയും 10 ഇയർ കംപ്രസർ വാറണ്ടിയും വരുന്നുണ്ട്. ഈ ഓഫർ ലഭിക്കുന്നത് AC ഇൻസ്റ്റലേഷൻ ഓഫർ പീരീഡിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. റെസിഡൻഷ്യൽ യൂസേജിന് മാത്രമേ ഈ ഓഫർ ലഭിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ വീട്ടുപയോഗത്തിന് മാത്രമാണ് ഈ ACയുടെ ഓഫർ ലഭിക്കുകയുള്ളൂ. ഒരു ഡൈക്കിൻ AC വാങ്ങുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ACയുടെ കപ്പാസിറ്റിയാണ്. നമുക്ക് അനുയോജ്യമായ റൂമിന് അനുയോജ്യമായ കപ്പാസിറ്റിയുള്ള AC ആണ് വാങ്ങേണ്ടത്. 50 മുതൽ 120 സ്ക്വയർ ഫീറ്റ് ഉള്ള ചെറിയ ബെഡ്റൂം, ചെറിയ റൂമുകൾക്ക് അനുയോജ്യമായിട്ടുള്ളത് 1 ടൺ ഡൈക്കൺ ഇൻവെർട്ടർ AC ആണ്. 100 മുതൽ 150 സ്ക്വയർ ഫീറ്റ് വരെയുള്ള ഹോം ഓഫീസുകൾ, ബെഡ്റൂമുകൾ, ചെറിയ ലിവിംഗ് റൂമുകൾ എന്നിവയ്ക്ക് ഡൈക്കിൻ്റെ 1.2 ടൺ AC ആണ് ഏറ്റവും സൂട്ടബിൾ ആയിരിക്കുക. 120 മുതൽ 170, 180 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വലിയ ബെഡ്റൂം, മിഡ് സൈസ് റൂം എന്നിവയ്ക്ക് ഡൈക്കിൻ്റെ 1.4 ടൺ ആണ് വളരെ ബെറ്റർ ആയിരിക്കുക. 120 മുതൽ 170, 180 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വലിയ ബെഡ്റൂം, മിഡ് സൈസ് റൂം എന്നിവയ്ക്ക് ഡൈക്കിൻ്റെ 1.5 ടൺ AC ആണ് സൂട്ടബിൾ ആയിരിക്കുക. 170 അല്ലെങ്കിൽ 180 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള റൂമുകൾ, ലിവിംഗ് റൂമോ വലിയ ലാർജ് റൂമുകൾക്കോ 1.8 ടൺ AC ആണ് സൂട്ടബിൾ ആയിരിക്കുക. 200 മുതൽ 250 സ്ക്വയർ ഫീറ്റ് വരെയുള്ള മുറികൾക്ക് 2.02 ടൺ AC ആണ് അനുയോജ്യം. ഒരു നക്ഷത്ര റേറ്റിംഗ് ഒരു ACയുടെ ഊർജ്ജ കാര്യക്ഷമതയെ സൂചിപ്പിക്കുന്നു. AC പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായ വൈദ്യുതിയെക്കുറിച്ച് ഉപഭോക്താവിന് ഒരു ആശയം നൽകാൻ ഇത് സഹായിക്കുന്നു. ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി BE റേറ്റിംഗ് നൽകുന്നു. നക്ഷത്ര റേറ്റിംഗിന്റെ സ്കെയിൽ 0 മുതൽ 5 വരെ മുതൽ വ്യത്യാസപ്പെടുന്നു. ഡൈക്കിൻ ഇൻവെർട്ടർ സ്പ്ലിറ്റ് ACകളിൽ ഭൂരിഭാഗം വരുന്നത് 3 സ്റ്റാർ റേറ്റിംഗും 5 സ്റ്റാർ റേറ്റിംഗുമാണ്. ഡൈക്കിൻ ACകളിൽ കോണ്ട എയർ ഫ്ലോ വരുന്നുണ്ട്. ഡൈക്കിൻ ACയിലെ കോണ്ട എയർ ഫ്ലോ ഓപ്പറേഷൻ ഒരു വിദഗ്ധനെ പോലെ നിങ്ങളുടെ മുറിയിലെ ഓരോ മൂലയിലും ഒരു സുഖകരമായ കൂൾ നൽകുന്നു. ഹൊറിസോണ്ടൽ ഫ്ലാപ്പുകൾ നിങ്ങളെ നേരിട്ട് തടയാതിരിക്കാനുള്ള നിയന്ത്രണം നൽകുന്നു. പകരം അത് മുറിയിലുടനീളം കൂളായിട്ടുള്ള വായുപ്രവാഹം വിതരണം ചെയ്യുന്നു. ശക്തമായ എയർ ഡ്രാഫ്റ്റുകൾ നിങ്ങളുടെ തലയിൽ നേരിട്ട് പതിക്കുന്നില്ല, പക്ഷേ അത് മുകളിലേക്ക് ആരംഭിച്ച് മുറിയുടെ മുകളിലേക്ക് തണുത്ത വായു സഞ്ചരിക്കാൻ അനുവദിക്കുന്നു. ഇത് സുഖകരമായ ഒരു ആംബിയൻസ് സൃഷ്ടിക്കുന്നു. നമ്മൾ എയർ ഫ്ലോ ഏത് ലെവലിൽ സെറ്റ് ചെയ്താലും. ഡൈക്കിൻ ACയിൽ എക്കോണമോഡ് ഓപ്പറേഷൻ വരുന്നുണ്ട്. ഡൈക്കിൻ ACയും മറ്റു ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിലാണ് ഷെയർ ചെയ്തിട്ടുണ്ടാകുക. ഇലക്ട്രിക്കൽ കൺസപ്ഷൻ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് എക്കോണമോഡ് പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ഡൈക്കിൻ ACയിലെ ഇക്കോണമോഡ് പരമാവധി വൈദ്യുതി ഉപഭോഗം പരിമിതിപ്പെടുത്തിക്കൊണ്ട് കാര്യക്ഷമമായ പ്രവർത്തനം പ്രാപ്തമാക്കുന്നു. ഈ പ്രവർത്തനം സജീവമാക്കിയാൽ അത് ACയുടെ പരമാവധി ശേഷി യാന്ത്രികമായി കുറയ്ക്കുന്നു. ഇത് ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിലേക്കുള്ള മറ്റ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾക്ക് സുരക്ഷ നൽകുക മാത്രമല്ല, നിങ്ങളുടെ വൈദ്യുതി ബില്ലിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഉയർന്ന ഊർജ ബില്ലുകളെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. നിങ്ങളുടെ ഡൈക്കിൻ ACയിലെ ഇക്കോണമോഡ് ഫീച്ചർ ഓണാക്കുക. നിങ്ങളുടെ എയർ കണ്ടീഷൻ്റെ വൈദ്യുതി ഉപഭോഗം കുറയ്ക്കുക. അതിനാൽ നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ല് ലാഭിക്കാൻ ഇത് നിങ്ങളെ പ്രാപ്തമാക്കും. പവർ ചിൽ ഓപ്പറേഷൻ
നിങ്ങളുടെ വ്യക്തിഗത സുഖസൗകര്യങ്ങൾക്കായി മുറിയിലെ താപനില തൽക്ഷണം കുറയ്ക്കുന്ന പവർ ചിൽ ഓപ്പറേഷൻ. പവർ ചിൽ ഓപ്പറേഷനുകളിൽ മാത്രം വളരെ ഉയർന്ന സാഹചര്യങ്ങളിൽ ഇത് തണുക്കുകയും നിങ്ങളുടെ മുറിയിലെ തൽക്ഷണ തണുപ്പ് അനുഭവപ്പെടുകയും ചെയ്തു. പവർ ചിൽ ഓപ്പറേഷൻ ഓണാക്കിയാൽ എയർ കണ്ടീഷണർ 18 ഡിഗ്രി സെൽഷ്യസിൽ പ്രവർത്തിക്കാൻ തുടങ്ങുകയും പരമാവധി ഫാൻ വേഗത 20 മിനിറ്റിൽ വർദ്ധിപ്പിക്കുകയും അന്തരീക്ഷം സുഖകരമാക്കുകയും ചെയ്യുന്നു. ഇത് സാധാരണ മോഡിനേക്കാൾ 20% വേഗത്തിൽ തണുക്കുകയും ചൂടിൽ നിന്നും തൽക്ഷണം ആശ്വാസം നൽകുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് ഉടനടി ആശ്വാസം നൽകുന്നതിനു വേണ്ടിയാണ് പവർ ചിൽ ഓപ്പറേഷൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഡ്യൂ ക്ലീൻ ടെക്നോളജി. നിങ്ങളുടെ എ സിയിൽ എയർ ഫ്ലോ കുറവാണോ? കൂളിംഗ് കുറവുണ്ടോ? നിങ്ങളുടെ എ സി ഫിൽറ്ററുകൾക്ക് പൊടി, അഴുക്ക് തുടങ്ങിയ ചെറിയ കണികകൾ നീക്കം ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഈ വസ്തുക്കൾ ഇൻഡോർ യൂണിറ്റിലെ ഹീറ്റ് എക്സ്ചേഞ്ചറിൽ അടിഞ്ഞുകൂടുകയും ബാക്ടീരിയകളുടെയും പൂപ്പലിൻ്റെയും പ്രജനന കേന്ദ്രമായി മാറുകയും ചെയ്യുന്നു. ഇത് കാര്യക്ഷമമല്ലാത്ത എയർ ഫ്ലോയിലേക്കും കൂളിംഗ് ഇഷ്യൂസിലേക്കും നയിക്കുന്നു. ഉയർന്ന വൈദ്യുതി ഉപഭോഗവും ദുർഗന്ധവും ഉണ്ടാക്കുന്നു. നമ്മുടെ ഡെയ്ക്കിൻ എ സി ഒരു പുതിയ ഇന്നോവേറ്റീവ് ടെക്നോളജിയുമായി വരുന്നു. അതാണ് ഡ്യൂ ക്ലീൻ ടെക്നോളജി. അത് എന്താണ്, എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഡ്യൂ ക്ലീൻ ടെക്നോളജി ഈസ് എ വൺ ബട്ടൺ ഓപ്പറേഷൻ. എന്ന് വച്ചാൽ ഡ്യൂ ക്ലീൻ സാങ്കേതികവിദ്യ എ സിയിലെ ഒരു ബട്ടൺ പ്രവർത്തനമാണ്. ഇത് സജീവമാകുമ്പോൾ കണ്ടൻസേറ്റ് വെള്ളം ഉപയോഗിച്ച് ഇൻഡോർ യൂണിറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ ബാഷ്പീകരണ കോയിൽ വൃത്തിയാക്കുന്നു. ഇത് ഇൻഡോർ യൂണിറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിന് മികച്ച ക്ലീനിംഗ് അനുവദിക്കുന്നു. ഇത് വർഷം മുഴുവനും മികച്ച വായു പ്രവാഹവും സ്ഥിരമായ തണുപ്പിക്കൽ പ്രകടനവും ഉറപ്പാക്കുന്നു. എന്ന് വച്ചാൽ ഗുഡ് എയർ ഫ്ലോ ആൻഡ് കൺവീനിയൻസ് കൂളിംഗ് ടെക്നോളജി. ഈ പ്രവർത്തനം 2 ഘട്ടങ്ങളിലായാണ് നടക്കുന്നത്. ഘട്ടം 1 ഡ്യൂ ക്ലീൻ ഫംഗ്ഷൻ 65 മിനിറ്റ് പ്രവർത്തിക്കുന്നു. ബാഷ്പീകരണ കോയിലിൽ സജ്ജീകരിച്ചിരിക്കുന്ന എല്ലാ അഴുക്കും നീക്കം ചെയ്യുന്നു. നിങ്ങൾ എ സി റിമോട്ടിലെ ഡ്യൂ ക്ലീൻ ഫംഗ്ഷൻ ബട്ടൺ അമർത്തുമ്പോൾ ആ ഇൻഡോർ യൂണിറ്റിലെ ഫാൻ പൂർണ്ണ വേഗതയിൽ ആരംഭിക്കുകയും ലോവർ ഫ്ലാപ്പ് മുകളിലുള്ള ദിശയിലേക്ക് ഫ്ലാപ്പ് ചെയ്യുകയും കംപ്രസർ ഔട്ട്ഡോറും ഫാനും പൂർണ്ണ വേഗതയിൽ ആരംഭിക്കുകയും ചെയ്യുന്നു. ഈ ഫംഗ്ഷനിൽ ബാഷ്പീകരണ താപനില യാന്ത്രികമായി 5 മുതൽ 7 ഡിഗ്രി സെൽഷ്യസിൽ എത്തുകയും കൂടുതൽ കണ്ടൻസേറ്റ് വെള്ളം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. തുടർന്ന് രണ്ടാം ഘട്ടം ഡ്രൈ മോഡ് ഫംഗ്ഷൻ വരുന്നു. ഘട്ടം 2 കംപ്രസർ ഓഫാകുമ്പോൾ ഡ്രൈ മോഡ് ഫംഗ്ഷൻ ഇൻഡോർ ഫാൻ പൂർണ്ണ വേഗതയിൽ ആരംഭിക്കുന്നു. ഏകദേശം 30 മിനിറ്റിനുള്ളിൽ ഇവോപ്പറേറ്റർ പൂർണ്ണമായും ഉണക്കിയ ശേഷം ഈ മോഡ് നിർത്തുന്നു. വെറും 95 മിനിറ്റിനുള്ളിൽ ഇൻഡോർ യൂണിറ്റ് പൂർണ്ണമായും ഫാക്ടറി ഫ്രഷ് ആയി മാറുന്നു. മനുഷ്യ സാന്നിധ്യം ഇല്ലാത്ത സമയത്ത് ഈ പ്രവർത്തനം നടത്താൻ ശുപാർശ ചെയ്യുന്നു. മികച്ച ഫലങ്ങൾക്കായി മാസത്തിലൊരിക്കൽ ഈ പ്രവർത്തനം നടത്തുക. ഇനി ഡ്യൂ ക്ലീൻ ഫംഗ്ഷൻ്റെ ഗുണങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഇവോപ്പറേറ്റർ വൃത്തിയാക്കുന്നത് മികച്ച വായുപ്രവാഹവും എ സി യൂണിറ്റിൻ്റെ സ്ഥിരമായ തണുപ്പിക്കൽ പ്രകടനവും കാണിക്കുന്നു. ഇത് വൈദ്യുതി ഉപഭോഗം കുറയ്ക്കുന്നു, പൂപ്പൽ രൂപപ്പെടുന്നതിനെ തടയുകയും ബാക്ടീരിയകളെ ഇല്ലാതാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. എല്ലായ്പ്പോഴും ദുർഗന്ധമില്ലാതെ ഫ്രഷ് വായു കാണിക്കുന്നു. 5.2 എന്ന ISCER റേറ്റിംഗുള്ള ഒരു ഡെയ്ക്കിൻ എയർ കണ്ടീഷണർ സൂചിപ്പിക്കുന്നത് ഇത് 5 സ്റ്റാർ എനർജി റേറ്റിംഗ് വിഭാഗത്തിലെ ഉയർന്ന ഊർജ്ജ കാര്യക്ഷമമായ മോഡലാണ്. ഇത് സ്റ്റാൻഡേർഡ് 5 സ്റ്റാർ AC-കളെ അപേക്ഷിച്ച് മികച്ച പ്രകടനം വാഗ്ദാനം ചെയ്യുന്നു. ഡെയ്ക്കിൻ എയർ കണ്ടീഷണറുകളുടെ പശ്ചാത്തലത്തിൽ എയർ ത്രോ 16 മീറ്റർ എന്നതിനർത്ഥം യൂണിറ്റിൽ നിന്ന് 16 മീറ്റർ ഏകദേശം 52 അടി വരെ എത്താൻ കഴിയുന്ന ശക്തമായ വായുപ്രവാഹം നൽകുന്നതിന് എയർ കണ്ടീഷണർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു എന്നാണ്. ഉയർന്ന മേൽത്തട്ടുള്ള മുറികളിലോ AC യൂണിറ്റിന് നേരിട്ട് മുൻപിലില്ലാത്ത മുറികളിലോ പോലും ഈ സവിശേഷത ഒരു വലിയ പ്രദേശത്തിലുടനീളം ഏകീകൃത തണുപ്പിക്കൽ ഉറപ്പാക്കുന്നു. ഡെയ്ക്കിന്റെ ആന്റി കൊറോഷൻ ട്രീറ്റ്മെന്റ് കോപ്പർ കോയിലുകളെ അവയുടെ AC യൂണിറ്റുകളിൽ സംരക്ഷിക്കുകയും തുരുമ്പും തേയ്മാനവും തടയുകയും അതുവഴി ഉപകരണത്തിന്റെ ആയുസ്സ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. DNNS കോട്ടിംഗ്. പല ഡെയ്ക്കൻ AC മോഡലുകളും DNNS, ഡി നോണൽ നാഫ്തലീൻ സൾഫോണിക് ആസിഡ് കോട്ടിംഗ് ഉപയോഗിക്കുന്നു.
ഇത് പരിസ്ഥിതി അല്ലെങ്കിൽ രാസമലിനീകരണം മൂലമുണ്ടാകുന്ന നാശത്തെ തടയുന്നതിന് പ്രത്യേകിച്ചും ഫലപ്രദമാണ്. DNS കോട്ടിംഗ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സ്വയം രോഗശാന്തി ഗുണങ്ങളോടെയാണ്. അതായത് പാരിസ്ഥിതിക ഘടകങ്ങൾ കാരണം സംഭവിക്കാനിടയുള്ള ചെറിയ പോറലുകൾ അല്ലെങ്കിൽ ചിപ്പുകൾ നന്നാക്കാൻ ഇതിന് കഴിയും. ഇത് ചെമ്പ് കോയിലുകളെ നാശത്തിൽ നിന്ന് കൂടുതൽ സംരക്ഷിക്കുന്നു. Daikin's 3D airflow. ഒരു മുറിക്കുള്ളിൽ ഒന്നിലധികം ദിശകളിലേക്ക് തണുത്ത വായു വിതരണം ചെയ്യുന്ന ഒരു സാങ്കേതിക വിദ്യയെ സൂചിപ്പിക്കുന്നു. ഏകീകൃത തണുപ്പും സുഖവും ഉറപ്പാക്കുന്നു. ഡെയ്ക്കിന്റെ പവർഫുൾ എയർഫ്ലോ ഡ്യുവൽ ഫ്ലാപ്പുകൾ എന്നത് എയർ കണ്ടീഷണർ 2 ഫ്ലാപ്പുകൾ ഉപയോഗിച്ച് വായുപ്രവാഹം നിയന്ത്രിക്കാനും പരമാവധി തണുപ്പിക്കൽ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും മുറിയിലുടനീളം താപനില വിതരണം ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരു സവിശേഷതയെ സൂചിപ്പിക്കുന്നു. മുറിയുടെ മൂലകളിലേക്ക് തണുത്ത വായു നയിക്കാനോ അല്ലെങ്കിൽ താമസക്കാരിലേക്ക് നേരിട്ട് വായുപ്രവാഹം കേന്ദ്രീകരിക്കാനോ ഈ ഫ്ലാപ്പുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ഡെയ്ക്കിൻ എസിയുടെ PM2.5 ഫിൽട്ടർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് 2.5 മൈക്രോണുകളോ അതിലും കുറഞ്ഞ വീതിയോ ഉള്ള സൂക്ഷ്മവായു കണങ്ങളെ പിടിച്ചെടുക്കുന്നതിനാണ്. ഇത് ഇൻഡോർ വായു ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നു. പൊടി, കൂമ്പോള, മറ്റ് വായുവിലൂടെയുള്ള മലിനീകരണം എന്നിവ നീക്കം ചെയ്തുകൊണ്ട് ഈ ഫിൽട്രേഷൻ സംവിധാനം ശുദ്ധവും ആരോഗ്യകരവുമായ വായു ഉറപ്പാക്കുന്നു. PM എന്നത് കണികാദ്രവ്യത്തെ സൂചിപ്പിക്കുന്നു. 2.5 എന്നത് മൈക്രോമീറ്ററുകളിലെ കണങ്ങളുടെ വ്യാസത്തെ സൂചിപ്പിക്കുന്നു. 1 മൈക്രോൺ 1 മീറ്ററിന്റെ ദശലക്ഷത്തിലൊന്നാണ്. PM2.5 കണങ്ങൾ ശ്വാസകോശത്തിലേക്ക് തുളച്ചു കയറാൻ കഴിയുന്നത്ര ചെറുതും മനുഷ്യന്റെ ആരോഗ്യത്തിന് ഹാനികരവുമാണ്. ഡെയ്ക്കിൻ SPM2.5 ഫിൽട്ടർ. ഡെയ്ക്കിന്റെ PM2.5 ഫിൽട്ടറുകൾ ഈ സൂക്ഷ്മകണങ്ങളെ കൊടുക്കുന്നതിനാണ് പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മെച്ചപ്പെട്ട വായു ഗുണനിലവാരം PM2.5 നീക്കം ചെയ്തുകൊണ്ട് ആരോഗ്യകരമായ ഇൻഡോർ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഫിൽട്ടർ സഹായിക്കുന്നു. ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളും അലർജികളും ഉണ്ടാകാനുള്ള സാധ്യത കുറക്കുന്നു. ഡെയ്ക്കിൻ ഇൻവെർട്ടർ സ്പ്ലിറ്റ് AC ട്രിപ്പിൾ ഡിസ്പ്ലേ 3 പ്രധാന വിവരങ്ങൾ കാണിക്കുന്നു. ഏത് സമയത്തും കണക്കാക്കിയ വൈദ്യുതി ഉപഭോഗം ശതമാനം, മുറിയിലെ സെറ്റ് താപനില, ഏതെങ്കിലും പിശക് കോഡുകൾ. ഇത് ഉപയോക്താക്കൾക്ക് അവരുടെ എസിയുടെ പ്രകടനവും ഊർജ്ജ ഉപയോഗവും നിരീക്ഷിക്കാനും സാധ്യമായ പ്രശ്നങ്ങൾ തിരിച്ചറിയാനും അനുവദിക്കുന്നു. ഏത് നിമിഷവും AC ഉപയോഗിക്കുന്ന പവറിന്റെ ശതമാനം ഡിസ്പ്ലേ കാണിക്കുന്നു. ഇൻവെർട്ടർ സാങ്കേതികവിദ്യ എങ്ങനെയാണ് ഊർജ്ജ ഉപയോഗം ഒപ്റ്റിമൈസ് ചെയ്യുന്നതെന്ന് കാണാൻ ഉപയോക്താക്കളെ അനുവദിക്കുന്നു. റിമോട്ട് കൺട്രോളിലോ AC യൂണിറ്റിലോ നിങ്ങൾ സജ്ജീകരിച്ച താപനിലയെ ഡിസ്പ്ലേ സൂചിപ്പിക്കുന്നു. Error codes. AC എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടെത്തിയാൽ ഡിസ്പ്ലേ ഒരു പിശക് കോഡ് കാണിക്കും. ഇത് സാധ്യമായ പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നതിനും അവ പരിഹരിക്കുന്നതിനുമുള്ള ഒരു ദ്രുതമാർഗം നൽകുന്നു. ഡെയ്ക്കിന്റെ ഹാപ്റ്റിക് സെൻസർ എന്നത് അവരുടെ എയർ കണ്ടീഷണറുകളുടെ ഇൻഡോർ, ഔട്ട്ഡോർ യൂണിറ്റുകളിൽ തന്ത്രപരമായി സ്ഥാപിച്ചിരിക്കുന്ന 7 സെൻസറുകളെ സൂചിപ്പിക്കുന്നു. എസിയുടെ പ്രകടനം മെച്ചപ്പെടുത്തുന്നതിനും ഉപയോക്തൃ സുഖം മെച്ചപ്പെടുത്തുന്നതിനും യൂണിറ്റിന്റെ ആയുസ് വർദ്ധിപ്പിക്കുന്നതിനും ഈ സെൻസറുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. 1. റൂം ടെമ്പറേച്ചർ സെൻസർ. മുറിയിലെ നിലവിലെ താപനില നിരന്തരം നിരീക്ഷിക്കുന്ന ഒരു നിർണായക സെൻസറാണിത്. സെറ്റ് താപനിലയിലെത്താനും നിലനിർത്താനും കൂളിംഗ് അല്ലെങ്കിൽ ഹീറ്റിംഗ് ഔട്ട്പുട്ട് ക്രമീകരിക്കുന്നതിന് എസിയുടെ കൺട്രോൾ സിസ്റ്റം ഈ ഡാറ്റ ഉപയോഗിക്കുന്നു. 2. എവാപ്പറേറ്റർ ടെമ്പറേച്ചർ സെൻസർ. ബാഷ്പീകരണ കോയിലിൽ സ്ഥിതി ചെയ്യുന്ന ഈ സെൻസർ അതിന്റെ താപനില മരവിപ്പിക്കുന്നത് തടയുന്നു. കോയിൽ വളരെ തണുത്തതാണെങ്കിൽ തണുപ്പിക്കൽ പ്രവർത്തനം കുറയ്ക്കുന്നതിന് സെൻസർ സിസ്റ്റത്തിന് സിഗ്നൽ നൽകുന്നു. 3. ഹ്യൂമിഡിറ്റി സെൻസർ. ഈ സെൻസർ മുറിയിലെ ഈർപ്പം നില കണ്ടെത്തുന്നു. ചില നൂതന എസികൾ മെച്ചപ്പെട്ട സൗകര്യത്തിനായി ഈർപ്പം അടിസ്ഥാനമാക്കി തണുപ്പിക്കൽ അല്ലെങ്കിൽ ഡിഹ്യൂമിഡിഫിക്കേഷൻ മോഡുകൾ ക്രമീകരിക്കുന്നു. 4. എയർ ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ സെൻസർ. ഈ സെൻസർ ഇൻഡോർ യൂണിറ്റിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന വായുവിന്റെ താപനില അളക്കുന്നു. തണുപ്പിക്കൽ അല്ലെങ്കിൽ ചൂടാക്കൽ പ്രക്രിയയുടെ ഫലപ്രാപ്തിയെക്കുറിച്ച് സിസ്റ്റത്തിന് ഫീഡ്ബാക്ക് നൽകാൻ ഇതിന് കഴിയും. 5. മോഷൻ സെൻസർ. ഇന്റലിജന്റ് ഐ ഹാൻഡ് സെൻസ് ഉള്ള ചില ഡെയ്ക്കിൻ മോഡലുകളിൽ ഇൻഫ്രാറെഡ് ഉൾപ്പെടുന്നു. ഈ സെൻസർ മുറിയിൽ ആളുകളുടെ സാന്നിധ്യം അല്ലെങ്കിൽ അഭാവം കണ്ടെത്തുന്നു. ഒരു നിശ്ചിത കാലയളവിലേക്ക് ചലനമൊന്നും കണ്ടെത്തിയില്ലെങ്കിൽ
എസിക്ക് ഊർജ സംരക്ഷണ മോഡിലേക്ക് മാറാം. ഔട്ട്ഡോർ യൂണിറ്റിൽ ODU 6. കണ്ടൻസർ ടെമ്പറേച്ചർ സെൻസർ. ഈ സെൻസർ കണ്ടൻസർ കോയിലിന്റെ താപനില നിരീക്ഷിക്കുന്നു. താപവിനിമയ പ്രക്രിയ ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനും അമിതമായി ചൂടാക്കുന്നത് തടയുന്നതിനും ഇത് പ്രധാനമാണ്, പ്രത്യേകിച്ച് ഉയർന്ന അന്തരീക്ഷ താപനിലയിൽ. 7. ആംബിയന്റ് ടെമ്പറേച്ചർ സെൻസർ. ഔട്ട്ഡോർ എയർ ടെമ്പറേച്ചർ സെൻസർ. ഈ സെൻസർ പുറത്തെ വായുവിന്റെ താപനില അളക്കുന്നു. എസിയുടെ കൺട്രോൾ സിസ്റ്റത്തിന് ബാഹ്യ സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി അതിന്റെ പ്രവർത്തനം ക്രമീകരിക്കുന്നതിന് ഈ വിവരങ്ങൾ നിർണായകമാണ്. ഡെയ്ക്കിൻ AC 54°C വരെ തണുപ്പിക്കുന്നത് അർത്ഥമാക്കുന്നത് പുറത്തെ താപനില 54°C വരെ ഉയരുമ്പോൾ പോലും തണുത്ത ഇൻഡോർ അന്തരീക്ഷം നിലനിർത്താനാണ് എയർ കണ്ടീഷണർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഡെയ്ക്കിൻ ACയിലെ സ്റ്റെബിലൈസർ ഇൻസൈഡ് എന്നാൽ വോൾട്ടേജ് ഏറ്റക്കുറച്ചിലുകൾ നിയന്ത്രിക്കുന്ന ഒരു ബിൽറ്റ് ഇൻ ഫീച്ചർ യൂണിറ്റിലുണ്ട്. ഇത് വ്യത്യസ്ത പവർ സപ്ലൈയിൽ പോലും സുഗമമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു. ഈ സവിശേഷത എസിയെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുകയും ഒപ്റ്റിമൽ പ്രകടനം ഉറപ്പാക്കുകയും ചെയ്യുന്നു. പ്രത്യേക ബാഹ്യ സ്റ്റെബിലൈസറിന്റെ ആവശ്യകത ഇല്ലാതാക്കുന്നു. സ്റ്റെബിലൈസർ ഇൻസൈഡ് ഉള്ള ഡെയ്ക്കിൻ എസികൾ ഒരു പ്രത്യേക പരിധിക്കുള്ളിൽ, സാധാരണയായി 160 വീനും 264 വീനും ഇടയിലുള്ള വോൾട്ടേജ് വ്യതിയാനങ്ങൾ കൈകാര്യം ചെയ്യാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു.